സോ ഹലോ ഗായസ്, വെൽക്കം ടു ആനന്ദ IAS. നമ്മൾ ഇന്ന് 26 മെയിലുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് നോക്കുന്നത്. UPSC സ്റ്റേറ്റ് PSC പെർസ്പെക്റ്റീവില് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 ന്യൂസുകളാണ് ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് ഈസ് ഓൾ അബൌട്ട് ഫാൾ ഓഫ് റുപ്പി. സോ വൈ ഇസ് ദി ഇന്ത്യൻ റുപ്പി ഫോളിങ്? അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്. ഇത് ഡൽഹി എഡിഷനിൽ വന്ന, ഹിന്ദുവിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. സോ നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു ട്രോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താണ്, പുറത്ത് പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ, അവരുടെ അച്ഛൻ സ്ഥിരമായിട്ട് 2 ലക്ഷം രൂപയാണ് അവർക്ക് എന്താണ് ആനുവൽ ഫീസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രോള് രൂപേണ പറയാണ്, എന്താണ് ഇപ്പൊ 3 ലക്ഷം രൂപ അയച്ചു കൊടുക്കേണ്ടി വന്നു. ബിക്കോസ് എന്താണ് റുപ്പീന്റെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ആയതുകൊണ്ട്. സോ നിങ്ങൾക്കറിയാം, അതൊരു ജസ്റ്റ് ഒരു എക്സാജറേഷൻ ആണ്, അത്രയ്ക്കൊന്നും ഇല്ല. സ്റ്റിൽ നമ്മുടെ റുപ്പി ഭയങ്കരമായിട്ട് ഇപ്പൊ 94 രൂപയോളം എത്തി. $1 കൊടുക്കണമെങ്കിൽ 94 രൂപയോളം എത്തി. 2-3 കൊല്ലം മുന്നേ അത് 60 രൂപയായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു റുപ്പിന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നത്. സോ അത് എന്തുകൊണ്ടാണ്? വൈ ഇസ് ദി ഇന്ത്യൻ റുപ്പി ഫോളിങ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. സോ പ്രൈമറി റീസൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. നിങ്ങൾക്കറിയാം, എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെക്കാട്ടിയും കൂടുതലാണ്. സോ എന്താണ് കൂടുതൽ എന്താണ് ഡോളറിന്റെ ഡിമാൻഡ് വരും. സോ അത് നമ്മുടെ റുപ്പീനെ പ്രഷർ ചെയ്ത് അത് താഴും. രണ്ടാമത് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. ബിക്കോസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസ എന്താണ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചിട്ട് അതെന്താണ് ഇപ്പൊ US ഡോളർ സ്ട്രോങ് ആണ്, US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. സോ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന് പൈസ വലിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ റുപ്പി ഫാൾ ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇറാൻ വാർ കൊണ്ടിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പിന്നെയും ഡോളറിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഡോളറിന് വേണ്ടിയിട്ടുള്ള ഡോളർ പിന്നെയും സ്ട്രോങ് ആക്കുകയാണ്. ഡോളർ ഒരു ബാരലിന് ഒരു 100 ഡോളറിന് മേലെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഡോളറിനെ സ്ട്രോങ് ആക്കാണ്. കൂടുതൽ പൈസ വേണ്ടി വരും നമുക്ക് സെയിം ബാരൽ വാങ്ങാൻ. സോ പിന്നെയും റുപ്പി ഫാൾ ആവാൻ കാരണമാവും അത്. പിന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റി, മെയിൻലി ബിക്കോസ് ഓഫ് ട്രേഡ് വാർ, പ്രൊട്ടക്ഷനിസം, ഇതുകൊണ്ടൊക്കെ തന്നെ. അടുത്തത് മോണിറ്ററി പോളിസി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് US ഫെഡറൽ ബാങ്ക്, US ഫെഡറൽ പോളിസി പ്രകാരം ഇപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണ്. സോ അവരുടെ ഡോളർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വാല്യൂ കൂടുകയാണ്. സോ അവരുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ താഴുകയാണ്. ഓക്കെ, സോ അതൊക്കെയാണ് മെയിൻലി റീസൺ റുപ്പി ഫാൾ ആകാൻ. ഓക്കെ, സോ ഇതിൽ RBIന്റെ ഇന്റർവെൻഷൻ എന്തൊക്കെയാ? RBI ഇപ്പൊ ചെയ്യുന്നത്, RBI ഡോളർ തീരെ കിട്ടാനില്ല സമയത്ത്, ബിക്കോസ് എന്നിട്ട് രൂപന്റെ വാല്യൂ നല്ലോണം ഇടിയുന്ന സമയത്ത് എന്ത് ചെയ്യും? RBI മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഡോളർ അവിടുന്ന് ഫോറക്സ് ഡോളർ എടുത്തിട്ട് അത് മാർക്കറ്റിൽ കൊടുക്കും. സോ റുപ്പി ഡിപ്രിസിയേഷൻ കുറച്ച് കുറയും. ഇതൊക്കെയാണ് RBI ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പാക്ട് എന്താന്ന് പറഞ്ഞാൽ, ഈ റുപ്പി ഫോളിങ്ങിന്റെ ഇമ്പാക്ട് മെയിൻലി RBI നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ കടന്നിട്ട് ഡോളർ വിറ്റ് വാങ്ങി കളിക്കുന്നുണ്ട്. സോ ഇത് ഫോറക്സ് റിസർവ് കുറയാൻ കാരണമാവും. ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആവും, ഇൻഫ്ലേഷൻ കൂടും, ഫോറിൻ ഡെപ്റ്റ് വർദ്ധിക്കും. ഇത് എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസിനെയും കൺസ്യൂമേഴ്സിനെയും അഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസിൽ മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അടുത്തത് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ബേസ്ഡ് ഒരു റിപ്പോർട്ടാണ്. ഫിനാൻസ് കമ്മീഷന്റെ എന്താണ് റീസെന്റ് എന്താണ് അവരുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഫിനാൻസ് കമ്മീഷനായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. സൗത്തേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് തഴഞ്ഞുകൊണ്ട് ഇപ്പോഴും 70 കൊല്ലമായിട്ട് ഇപ്പോഴും പൂർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബീഹാർ, ഉത്തർപ്രദേശ് പോലെ സ്റ്റേറ്റിന് കൂടുതൽ കൊടുക്കുന്നു. സോ ആ ഒരു ബയാസ് ഉണ്ട്
ഫിനാൻസ് കമ്മീഷൻ ആ ഒരു പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നമാണ്. സോ അതിന്റെ ഒരു വേറൊരു ബേസ് ആർട്ടിക്കിൾ ആണ്. സോ നമുക്കത് നോക്കാം. അതിനു മുന്നേ ആദ്യം എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പഠിക്കണം. സോ ആർട്ടിക്കിൾ 280 പ്രകാരം ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുണ്ടാക്കിയ ഒരു ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ദാറ്റ് എൻഷുവേഴ്സ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് ഫെയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിസിക്കൽ ഫെഡറലിസം എൻഷുർ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 പ്രകാരം ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എവറി 5 years ബൈ ദി പ്രസിഡന്റ്. പ്രസിഡന്റ് 5 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ബോഡിയാണ്. സോ ഇറ്റ് എയിംസ് ടു സ്ട്രെങ്തൻ ദ ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ഇക്വിറ്റി എമോങ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിന്റെ കമ്പോസിഷൻ പറയുകയാണെങ്കിൽ കുറച്ച് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 4 അല്ലാത്ത മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു ജസ്റ്റ് ഒരു എംപ്ലോയ്മെന്റ് അല്ല, ഇത് ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഇതിന്റെ കീ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡെവല്യൂഷൻ, വെർട്ടിക്കൽ ടാക്സ് ഡെവല്യൂഷൻ മീൻസ് എത്ര സെന്ററിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എത്ര സ്റ്റേറ്റിന് കൊടുക്കണം, എത്ര സെന്റർ എടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നതല്ല, അതിന്റെ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ ആണ്. ഓക്കെ, ഹോറിസോണ്ടൽ ഡെവല്യൂഷൻ, ഈ സ്റ്റേറ്റുകളുടെ ഇടയിൽ അതെങ്ങനെ പാർട്ട്ണർ എങ്ങനെ ഷെയർ ചെയ്യണം തീരുമാനിക്കേണ്ടതും അതിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതും ആരാണ്? ഫിനാൻസ് കമ്മീഷൻ ആണ്. ഗ്രാന്റ്സ് ഇൻ എയ്ഡ്സ്, ഓരോ സ്റ്റേറ്റിന് അവരുടേതായ ചില സ്പെസിഫിക് നീഡ്സിന് വേണ്ടിയിട്ട് ഗ്രാന്റ്സ് ഇൻ എയ്ഡ്സ് കൊടുക്കും. ഇതിപ്പം കേരളത്തിൽ ഇപ്പം നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പെസിഫിക് നീഡിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഗ്രാന്റ്സ്, സെൻട്രൽ ഗ്രാന്റ് കൊടുക്കും. സോ അത് നിശ്ചയിക്കുന്നത്. പിന്നെ ലോക്കൽ ബോഡീസിന് എങ്ങനെ ഓഗ്മെന്റ് ചെയ്യണം എന്നുള്ള, ഓഗ്മെന്റ് ചെയ്യണം, സ്റ്റേറ്റ് ഫിനാൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെ ലോക്കൽ ബോഡീസിൽ എത്തിക്കാൻ പറ്റും, അതിന്റെ റെക്കമെൻഡേഷൻ. സജസ്റ്റ് മെഷേഴ്സ് ടു ഓഗ്മെന്റ് ദി റിസോഴ്സസ് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് അവരുടെ ഓൺ ടാക്സ് റവന്യൂ, അവരുടെ റവന്യൂ കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സോ ഇതൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞ കുറച്ച് കൺസേൺസ് ഉണ്ട്. സ്റ്റേറ്റ്സ് എപ്പോഴും പറയുന്ന കുറച്ച് കൺസേൺസ് ഉണ്ട്. എപ്പോഴും ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ ചില സ്റ്റേറ്റ്സ് എപ്പോഴും ഉന്നയിക്കുന്ന കുറച്ച് കൺസേൺസ്, പെർട്ടിക്കുലർലി റീസെന്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷന്റെ അനവിന്ദ് പനാഗ്രിയ കമ്മീഷന്റെ ഒരു അവരുടെ റെക്കമെൻഡേഷനിൽ കുറച്ച് എന്താണ് കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്സ്. എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, റൈസിങ് സെസ് ആൻഡ് സർചാർജസ്. നിങ്ങൾക്കറിയാം ഗവൺമെന്റിന്റെ നെറ്റ് റവന്യൂവില് ഓൾമോസ്റ്റ് 16 to 17% എന്താണ് സെസ്സുകളും സർചാർജുകളുമാണ്. സോ ഈ സെസ്സുകളും സർചാർജുകളും ടാക്സ് ഡെവല്യൂഷന് എടുക്കൂല. മീൻസ് അത് സ്റ്റേറ്റിന് കൊടുക്കാനുള്ള ഫണ്ടായിട്ട് ലൈക്ക് ആ ഒരു ഫണ്ടായിട്ട് കണ്ടിട്ട് അതിലൊരു അതിന്റെ ഷെയർ ചെയ്യാനും ഇവർക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഷെയർ ചെയ്യേണ്ട സാധനമല്ല. ഷെയർ ചെയ്യേണ്ടത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂസ് ആണ്. സോ സെസ്സും സർചാർജും അതിൽ വരുന്നില്ല. സോ ഇത് ഫിനാൻസ് കമ്മീഷൻ ഒന്നും പറയുന്നില്ല. ബിക്കോസ് അതുകൊണ്ട് തന്നെ സെന്റർ സെസ് സർചാർജും കൂടിയിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നു, അത് സ്റ്റേറ്റിന് കൊടുക്കുന്നില്ല. അത് കാരണം ഒന്ന്. ഫിസിക്കൽ പ്രഷേഴ്സ് ഓൺ സ്റ്റേറ്റ്, കോവിഡിന്റെ ഇമ്പാക്ട്, GST കൊണ്ടുവന്നത്, പബ്ലിക് ഡെപ്റ്റ് കൂടുന്നത്, ഇപ്പൊ റീസെന്റ് ഉള്ള ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ LPG ക്രൈസിസ്, അല്ലെങ്കിൽ റെഡ്യൂസ് ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി, ബിക്കോസ് സെൻട്രലി സ്പോൺസേഡ് സ്കീമിനോടുള്ള കൂടുതലുള്ള ബയാസിനോട് അവർക്ക് ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി കുറയുന്നു. സോ ഇതൊക്കെ സ്റ്റേറ്റിന്റെ മുകളിൽ ഫിസിക്കൽ പ്രഷേഴ്സ് കൂട്ടുകയാണ്. അത് ഫിനാൻസ് കമ്മീഷൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ, എപ്പോഴും ലൈക്ക് എങ്ങനെ സ്റ്റേറ്റിന് കൊടുക്കണം എന്നുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിനാണ് നമ്മൾ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ എന്ന് പറയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് കൊണ്ട് സ്റ്റേറ്റിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രെഡിക്റ്റബിലിറ്റി ഓഫ് പോളിസീസ് ഇല്ല. റാൻഡം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് സ്റ്റേറ്റിന് ഫ്യൂച്ചറിലേക്ക് ഒരു 10 കൊല്ലത്തേക്ക് 15 കൊല്ലത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ,
ഈ ഒരു ഷെയറിങ്ങിന്റെ ഇംബാലൻസ് കാണിക്കാൻ പറ്റിയ ഒരു ഡാറ്റയാണത്. സദേൺ സ്റ്റേറ്റിന് 24.8% ഉള്ള പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഡെവല്യൂഷൻ പെർസെൻറ്റേജ് 15% കുറഞ്ഞു. 15% കുറഞ്ഞു. ബട്ട് ഈ ജാർഖണ്ഡ്, UP, ബീഹാർ പോലുള്ള മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടേത് 42% ഉണ്ടായത് ഇപ്പൊ ഒരു ലാസ്റ്റത്തെ ഒരു 2-3 ഫിനാൻസ് കമ്മീഷന്റെ ഡാറ്റ പ്രകാരം 50% കൂടി. സോ അവർക്ക് 10% കൂടി, നമുക്ക് 10% കുറഞ്ഞു നമുക്ക് കിട്ടേണ്ടത് സൗതേൺ സ്റ്റേറ്റ്സിന്. സോ അതൊന്നൊരു ഇംബാലൻസ് ആണ്, അതൊരു എന്താണ്, ഒരു ബയാസ് കാണിക്കുകയാണ്. ഓക്കെ, ഡെവലപ്ഡ് ആയിട്ട് പോലും നമ്മളെ ദ്രോഹിച്ചിട്ട് ഡെവലപ്ഡ് ആക്കാതെ കറപ്ഷൻ ചെയ്ത് നടക്കുന്നവർക്ക് പൈസ കൊടുക്കുന്നു. സോ അതൊരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുന്നത് അവർ ഡെവലപ്ഡ് അല്ല, അവർ ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ഇയറിലും, എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. സ്റ്റിൽ അവർക്ക് ഇങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ പൈസ ഈ ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ആയ ബീഹാർ, UP ഒന്നും പ്രയോജനപ്പെടുത്തുന്നില്ല. അതിനുള്ളൊരു എക്സാമ്പിൾ ആണിത്. ബീഹാറിൽ 2023 ഹെൽത്ത് സ്പെൻഡിങ് പെർ പേഴ്സൺ നോക്കുകയാണെങ്കിൽ 937 രൂപയാണ്. പക്ഷെ അരുണാചൽ അതിനെക്കാട്ടും 11,000 രൂപ ഒരു പെർ പേഴ്സൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ബീഹാർ 20,000 രൂപ പെർ സ്റ്റുഡന്റിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. പക്ഷെ സിക്കിം ആണെങ്കിലോ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് പെർ സ്റ്റുഡന്റിന് ചെലവാക്കുന്നുണ്ട്. സോ ഇവർക്ക് എക്സ്ട്രാ പൈസ, ബെനിഫിഷ്യറി സ്റ്റേറ്റ് ആയ ഇവർക്ക് എക്സ്ട്രാ പൈസ കിട്ടിയിട്ട് പോലും ഇവർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ 16th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ കുറച്ച് പോസിറ്റീവ്സ് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസിപ്ലിൻ കൂട്ടാൻ ഇവരുടെ റെക്കമെൻഡേഷൻ ഫിസിക്കൽ ഡിസിപ്ലിൻ കൂട്ടാൻ സാധിക്കുന്നു. മീൻസ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് കുറയ്ക്കുന്നു സ്റ്റേറ്റ്സിന്റെ, അതൊരു പോസിറ്റീവ് ആണ്. ട്രാൻസ്പാരൻസി കൂട്ടുന്നു. ബ്രിങ്ങിങ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഇൻ ടു ബഡ്ജറ്റ്. സോ ഇതൊക്കെ ഡിസിപ്ലിൻ കൂട്ടുകയാണ്. ബട്ട് ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ, ഇവരുടെ റെക്കമെൻഡേഷനിലെ കുറച്ച് ക്രിറ്റിസിസം നോക്കുകയാണെങ്കിൽ, ഇവർ GSDP ഫിസിക്കൽ ഡെവല്യൂഷന്റെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്ത GSDP അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കുന്നത്, അല്ലാതെ ആക്ച്വൽ GSDP അല്ല. അപ്പൊ കുറച്ചും കൂടി അതിന്റെ വാല്യൂ കുറച്ചും കൂടി കുറയും. റെഡ്യൂസ്ഡ് ഇമ്പോർട്ടൻസ് ഓഫ് ആക്ച്വൽ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ത്രൂ taking the square root of GSB rather than GSDP, actual GSDP. Lowered advantages of economically stronger state. Economically stronger സ്റ്റേറ്റിന്റെ അഡ്വാൻറ്റേജസ് കുറയുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീൻസ് സൗതേൺ സ്റ്റേറ്റിന്റെ അഡ്വാൻറ്റേജസ്, അവരുണ്ടായ ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് കുറയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സോ ആൾട്ടർനേറ്റീവ് ഫോർമുല ഈ ആർട്ടിക്കിള് ഈ ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഈ ഒരു ഫോർമുല അല്ലാതെ ഒരു ഫോർമുല സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് മെയിൻലി ഫസ്റ്റത്തത് GDP കോൺട്രിബ്യൂഷൻ ആണ്. GSDPന്റെ സ്ക്വയർ റൂട്ട് കൊടുക്കാതെ ആക്ച്വൽ GDPന്റെ കോൺട്രിബ്യൂഷൻ, ലൈക്ക് ഇന്ത്യയുടെ GDPന്റെ എത്ര പെർസെന്റേജ് ആണ് ഇന്ത്യൻ സ്റ്റേറ്റ് കൊടുക്കുന്നത്, ആ ആക്ച്വൽ സാധനം എടുക്കാനാണ് പറയുന്നത്. സോ അങ്ങനെയാകുമ്പോൾ ഇക്വിറ്റിയും ഡെവലപ്മെന്റും എടുക്കാൻ സാധിക്കും സ്റ്റേറ്റിന്റെ. ഓക്കെ, സോ അതൊക്കെയാണ് ഈ ന്യൂസിൽ, ഈ ആർട്ടിക്കിളിൽ. അടുത്തത് പെരി അർബൻ ഏരിയാസിലുള്ള വാട്ടർ ഇഷ്യൂസ് ആണ്. പെരി അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർബൻ ഏരിയ അല്ല, ലോക്കൽ ഏരിയ അല്ല. നമ്മൾ സബർബൻ, നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശം എന്നൊക്കെ പറയും. തൃശ്ശൂരിന്റെ ഭ്രാന്ത പ്രദേശം, നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശമായ തല്ലൂർ, ഒല്ലൂർ ഇതൊക്കെ ഭാഗം. അതേപോലെ തന്നെ ഭ്രാന്ത പ്രദേശങ്ങൾ ഉള്ള വാട്ടർ ഇഷ്യൂസ്. സോ നമ്മൾ എപ്പോഴും റൂറൽ ഏരിയാസിലുള്ള വാട്ടർ ഇഷ്യൂസ് നമ്മൾ പറയും. നല്ല വെള്ളം കിട്ടുന്നില്ല, അത് കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടും. അർബൻ ഏരിയയിലും പെട്ടെന്ന് നമുക്ക് ന്യൂസ് കിട്ടും, ബാംഗ്ലൂരിൽ വെള്ളമില്ല, ചെന്നൈയിൽ വെള്ളം. പക്ഷെ ഇതിന് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ടൗണും അല്ല, റൂറൽ അല്ലാത്ത പ്രദേശങ്ങൾ നമ്മൾ മൈൻഡ് ആക്കാറില്ല. അതാണ് ഇവർ മെയിൻലി പറയുന്നത്. ഓക്കെ, സോ അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ കീ ഇഷ്യൂസ് ഈ ആർട്ടിക്കിളിൽ ഈ പെരി അർബൻ ഏരിയയിൽ വാട്ടർ ഇഷ്യൂസിൽ മെയിൻ കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആക്സസിബിലിറ്റിന്റെ ഇഷ്യൂ ആണ്. അവർക്ക് 24/7 അൺഇന്ററപ്റ്റഡ് ആയിട്ട് വെള്ളം കിട്ടുന്നില്ല, ടൈമിലി വെള്ളം കിട്ടുന്നില്ല. പ്രൈവറ്റ് വെൻഡേഴ്സിനെയാണ് അവർ ആശ്രയിക്കുന്നത്. കൊടുക്കുന്ന വെള്ളത്തിന് അർബൻ സർവീസ് അല്ലെങ്കിൽ
അർബൻ നമ്മുടെ നാട്ടിൽ റൂറൽ ഏരിയയിൽ കൊടുക്കുന്ന വിലയ്ക്കല്ല കൊടുക്കുന്നത്. അർബൻ ഏരിയയിൽ എത്രയാണോ ഒരു വെള്ളത്തിന് കൊടുക്കുന്നത് അതേ വിലയ്ക്കാണ് അവർക്ക് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വെള്ളം കൊടുക്കുന്നത്. പക്ഷെ അർബൻ സിറ്റീസിൽ കൊടുക്കുന്ന സെയിം സർവീസ് കൊടുക്കുന്നില്ല. ഗവേണൻസ് വാക്വം, ബിക്കോസ് മെയിൻലി മുനിസിപ്പാലിറ്റി ആണ് ഇതിന്റെ കാര്യത്തിലൊക്കെ നോക്കുക. അർബൻ ഏരിയയിൽ കോർപ്പറേഷൻ ആണ് നോക്കുക. സോ ഇങ്ങനത്തെ ഏരിയയിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുള്ളി റൂറൽ അല്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് നോക്കൂല, മുനിസിപ്പാലിറ്റി നോക്കൂല. സോ ഇവിടെ ഒരു ഗവേണൻസ് വാക്വം ഉണ്ട്. സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ അടുത്തൊരു ഇഷ്യൂ പറയുന്നത് റൂറൽ ടു അർബൻ വാട്ടർ ഡൈവേർഷൻ ആണ്. അവർക്ക് കൊടുക്കേണ്ട വാട്ടർ അർബനിലേക്ക് വഴി തിരിച്ചുവിടും. കാരണം അർബനിൽ കൂടുതൽ പെട്ടെന്ന് കൂടുതൽ പീപ്പിൾസ് ഉണ്ട്. അർബനിൽ കൂടുതൽ ആൾക്കാർ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. വലിയ എന്താണ് പെട്ടെന്ന് നാഷണൽ ശ്രദ്ധ ആകർഷിക്കും മീഡിയാസിന്റെ. സോ എന്താണ് ഇവിടുത്തെ വെള്ളം എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്, വാട്ടർ ഡൈവേർഷൻ ചെയ്യണം. പിന്നെ സാനിറ്റേഷൻ ക്രൈസിസ്, അത് അടുത്ത ഇഷ്യൂ ആണ്. ബേസിക്കലി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരത്തിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് നമ്മളെ വേസ്റ്റ് കൊണ്ട് കളയുന്നത് ഇങ്ങനത്തെ പ്രദേശത്താണ്, നഗരത്തിന് ഭ്രാന്ത പ്രദേശത്താണ്. സോ അവിടെ നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ ഇഷ്യൂ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള ഗ്രൗണ്ട് വാട്ടർ മലിനമാവാണ്. ഓക്കെ, സോ അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോക്സിക് ഗ്രൗണ്ട് വാട്ടർ ആണ്. മെയിൻലി ബിക്കോസ് ഈ കൊണ്ടുവരുന്ന ഈ അർബൻ ഡംപിങ്സ് ഒക്കെ കാരണം. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻസ് പറയുന്നത്, ഇതിന്റെ ഈ ആർട്ടിക്കിള് കുറച്ച് സൊല്യൂഷൻസ് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഏരിയയിലുള്ള വാട്ടർ ക്രൈസിസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പറയുന്നത് സ്ട്രെങ്തൻ ഗവേണൻസ്, കൺസ്റ്റിറ്റ്യൂട്ട് നഗർ സെൻസസ്. ഇതേപോലത്തെ നഗരപ്രാന്ത പ്രദേശത്ത് നമ്മൾ സെൻസസ് ടൗൺസ് എന്നാണ് വിളിക്കാറ്. സോ ഇങ്ങനത്തെ സെൻസസ് ടൗൺസിനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അർബൻ ഏരിയസ് മുനിസിപ്പാലിറ്റി ഉള്ളത് പോലെ തന്നെ അവർക്ക് വേണ്ടി നഗര പഞ്ചായത്തുകൾ, അർബൻ പഞ്ചായത്തുകൾ ഏർപ്പെടുത്തുക. പ്രൊട്ടക്ട് വാട്ടർ റിസോഴ്സസ്, അവർക്കുള്ള റിസോഴ്സസ്, അവർക്കുള്ള കുളങ്ങള്, കിണറുകള്, കനാൽസ് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. സ്വച്ഛ് ഭാരത് മിഷൻ 3.0, പുതിയൊരു എന്താണ് സ്വച്ഛ് ഭാരത് മിഷൻ. നമ്മൾ ഈ യൂഷ്വലി സ്വച്ഛ് ഭാരത് 2.0 ഒക്കെ നമ്മൾ അർബൻ റൂറൽ ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. പുതിയൊരു സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ടാക്കുക. ആ മിഷൻ നമ്മൾ പെരി അർബൻ ഏരിയയിലുള്ള സാനിറ്റേഷൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. എന്താണ് അവിടെയുള്ള വേസ്റ്റ് വാട്ടർ എന്താണ് അവിടുത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉപയോഗിക്കുന്ന വേസ്റ്റ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് അടുത്ത വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ വാട്ടർ സ്ട്രെസ് കുറയ്ക്കാം. ഫിനാൻഷ്യൽ സപ്പോർട്ട്, എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടി പുതിയ പ്രോജക്ട്സ് ഉണ്ടാക്കുക, പുതിയ സ്കീംസ് നടപ്പിലാക്കുക. ഈ ജൽ ജീവൻ മിഷൻ പോലത്തുള്ള പെർഫോമൻസ് ലിങ്ക്ഡ് ഫണ്ടിങ് കൊടുക്കുക, ഇങ്ങനെ ഫിനാൻസ് കമ്മീഷൻ. സോ ഇതൊക്കെയാണ് ഇവർ പറയുന്ന ഇഷ്യൂസും സജഷൻസും. സോ ഇതാണ് ഇന്നത്തെ ന്യൂസിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ ഗുഡ് ഡേ. പഠിക്കാം.